ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകും. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരും. എന്തായാലും ഇന്ന് രണ്ടാമത്തെ കേസായ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്, അതും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള കട്ടിളപ്പാളിയിലെ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, അങ്ങനെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി അല്ലേ? തീർച്ചയായും കട്ടളപ്പാളിയിലെ സ്വർണ്ണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെടുത്തിയതിന് ഒപ്പം തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചു. അതിനുശേഷമാണ് 10 ദിവസത്തേക്ക്, അതായത് ഈ വരുന്ന 10-ാം തീയതി വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SITയുടെ കസ്റ്റഡി വിടാൻ കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അതിന് ചില നടപടിക്രമങ്ങൾ, കോടതി നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാവുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എന്നാൽ അതിനുശേഷമായിരിക്കും അന്വേഷണം, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുക. ആദ്യം FIR രജിസ്റ്റർ ചെയ്ത് ദ്വാരപാലകരുടെ ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയ റിമാൻഡിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വീണ്ടും ഈ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം വാങ്ങിച്ചിട്ടുള്ളത്. കോടതി അതിന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 14 ദിവസമാണ് ആവശ്യപ്പെട്ടെങ്കിലും പ്രതിയുടെ അഭിഭാഷകൻ അത് എതിർക്കുകയും ചെയ്തു. എന്തായാലും 10 ദിവസം, ഈ വരുന്ന 10-ാം തീയതി വരെ 7 ദിവസത്തെ കസ്റ്റഡി ആണ് അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരും. കോടതി നടപടികളൊക്കെ പൂർത്തിയായ ശേഷമായിരിക്കും കൊണ്ടുവരിക. എന്തായാലും ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടെത്തിച്ച് തെളിവെടുപ്പുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. അതെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും കൂടുതൽ പേർ, പ്രതികൾ, ഉന്നതർ ഉള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണവും പരിശോധനയും ഇതിനാവശ്യമാണ്. അത് അത്തരത്തിലാണ് SIT കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്തായാലും അല്പസമയത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി റാന്നി കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.